കോടിയുടെ ലാഭം നൽകാമെന്ന് വാഗ്ദാനം നൽകി കലൂർ സ്വദേശിയിൽ നിന്നും 1 കോടി രൂപ തട്ടിയ കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ച് എറണാകുളം CJM കോടതി. തൃശൂർ സ്വദേശി ഗസൽ മുഹമ്മദിനാണ് 3 മാസം തടവ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ശിക്ഷാ കാലാവധി കുറഞ്ഞതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പരാതിക്കാരൻ. കലൂർ സ്വദേശി നസീറിൽ നിന്നും 2019 പ്രതി ഗസൽ മുഹമ്മദ് ബിസിനസിനായി 1 കോടി 9 ലക്ഷം രൂപ വാങ്ങിയത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ടൂർ ക്യാബ് കമ്പനി, ബിൻഡൽ കൺസ്ട്രക്ഷൻ, ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ജോഡെസ്ക് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു തട്ടിപ്പ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും മുടക്കുമുതലോ ലാഭമോ ലഭിക്കാതായതോടെ കലൂർ സ്വദേശി നസീർ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. 2010 മുതൽ ഞങ്ങളുടെ ഫ്ളാറ്റിൽ താമസിക്കുന്നതാണ് ഈ ഗസൽ മുഹമ്മദും ഫാമിലി. അവനുണ്ടായി, അവന്റെ ബ്രദർ ഉണ്ടായി, അവന്റെ വൈഫ് അതിനുശേഷം വന്ന് താമസിച്ചതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അവർ ഒന്നിച്ച് ഞങ്ങളുടെ ഫ്ളാറ്റിൽ താമസിക്കും. ഒരു കുടുംബന്മാരെ ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും, എൻ്റെ സമ്പാദ്യം മുഴുവനും അവർ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. 1 കോടി 10 ലക്ഷം രൂപ ഞാൻ അവർക്ക്, 1 കോടി 9 ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ ചോദിച്ചാലും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം എനിക്ക് ചെക്ക് തന്നത്, ചെക്ക് ബാങ്കിൽ കൊടുത്ത് ബോൺസായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് കോടതി അഡ്വക്കേറ്റ് പിയൂസ് കൊറ്റം മുഖേന ഫയൽ ചെയ്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുഖേന ബഹുമാനപ്പെട്ട കോടതി മുഖേന അത് കോടതി വിധിയായി. നസീറിന്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് പ്രതി ഗസൽ മുഹമ്മദിന് കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഈ 1 കോടി 9 ലക്ഷം രൂപയ്ക്ക് 3 മാസം ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അവർക്ക് ഇതൊരു പ്രോത്സാഹനമായിട്ടല്ലേ മാറുള്ളൂ. ഇനിയും അവരുടെ പേരിൽ ധാരാളം കേസുകളുണ്ട് എൻ്റെ അറിവിൽ. ചാവക്കാട്, കുന്നംകുളം, പട്ടാമ്പി, അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അവർക്ക് കേസുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവർക്ക് കൂടുതൽ പ്രോത്സാഹനമാകല്ലേ ചെയ്യുള്ളൂ. ബോംബെയിൽ വരെ കേസുണ്ട് എൻ്റെ അറിവിൽ. ബോംബെയിലുണ്ട് കേസ്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കേസുണ്ട്. അപ്പൊ ഈ കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ ഇതേമാതിരി തന്നെ അവർ 3 മാസം കോടതി ശിക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിതൊരു പ്രചോദനമായിട്ട് മാറല്ലേ ഉള്ളൂ. ഇത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാകൂലേ? ഇത് ബാക്കിയുള്ളവർ ചീറ്റ് ചെയ്യാനായിട്ട് ഇത് പോരാ. ഈ കോടതി നിയമം, ബഹുമാനപ്പെട്ട കോടതി അതിന് ഒരു തക്കതായ 3 മാസം എന്നുള്ളത് തക്കതായ അവർക്കൊരു മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കണമെന്നുള്ള ഇത് എൻ്റെ ഒരു അനുഭവം എനിക്ക് പറ്റി. ഇനി ഇതുമാതിരി ഒരു അനുഭവം വേറൊരാൾക്ക് പറ്റിക്കൂടാ. കേരളത്തിനകത്തും പുറത്തുമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിക്കെതിരെ ഇതിനോടകം തന്നെ 10 കേസുകളുണ്ട്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണം, ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി.